காலை சுட்ட இட்டுதான் இருக்குது என்ன பண்ண போற யோசிப்போம். அப்பா ഉപ്പാടാ இருக்கு சாப்பிடுறீங்களா? പണ്ടൊക്കെ ടി വിയിൽ സൂര്യവംശം സിനിമ കാണുമ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ഈ ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കണമെന്ന്. ഞായറാഴ്ചകളിലായിരുന്നു കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഒരുമിച്ചിരുന്ന് സിനിമയൊക്കെ കാണുന്നത്. പിന്നെ 2-3 വീടുകളിലുണ്ടെങ്കിൽ ആ 2-3 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നത് ഒരു സുഖമാണല്ലേ. മിക്ക ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇഡ്ഡലിയും ദോശയൊക്കെ ആയിരിക്കും കേട്ടോ. വീട്ടിൽ പിന്നെ വേറെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ. ദോശ ഇഡ്ഡലിയിൽ തന്നെ എനിക്ക് ഇഡ്ഡലി 1-2 ദിവസമൊക്കെ അടുപ്പിച്ച് കഴിച്ചാൽ മടുക്കും, പക്ഷെ ദോശ എത്ര വേണമെങ്കിലും കഴിക്കും കേട്ടോ. അങ്ങനെ മടുക്കുന്നതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഇഡ്ഡലിക്ക് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ഉപ്മാവ് നമ്മൾ ഡെയിലി കഴിച്ചാലും നമുക്ക് മടുക്കും കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഇന്ന് കുറച്ച് ഇഡ്ഡലി അധികം വന്നപ്പോൾ ഒന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് അച്ചാറിൻ്റെ കൂടെ ഇത് കഴിക്കും. എന്തിൻ്റെ കൂടെയും അച്ചാർ മാച്ചായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തിയോ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി വേണ്ടവർ വീഡിയോൻ്റെ താഴെ റെസിപ്പിന്ന് കമൻറ്റ് ചെയ്താൽ മതി.